കടലിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന ഒരു ജീവി. അത് പാമ്പ് പോലെയാണ് കാണുന്നത്, പക്ഷേ പാമ്പല്ല. മീൻ പോലെയാണ്, പക്ഷേ സാധാരണ മീനുമല്ല. ഇതിന് എല്ലുകൾ പോലുമില്ല, പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിലും വിചിത്രം എന്താണെന്നറിയാമോ? ഇത് സ്വന്തം ശരീരത്തെ തന്നെ ഒരു കുരുക്കാക്കി മാറ്റും. അതെ, സ്വന്തം ശരീരത്തിൽ നോട്ട് കെട്ടി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വന്തം ശരീരത്തിൽ നിന്നുള്ള ചളി പോലെയുള്ള സ്ലൈം പോലും വൃത്തിയാക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത ജീവി. ഇതാണ് ഹാഗ് ഫിഷ്. ഹാഗ് ഫിഷ് ഒരു ജാലസ് ഫിഷാണ്. അതായത് സാധാരണ മീനുകൾക്കുള്ള പോലെ ഇതിന് താടിയില്ല. ഇവ അഗ്നാഥ എന്ന പുരാതന ഗ്രൂപ്പിൽ പെടുന്നു. വെർട്ടബ്രേറ്റ് എവല്യൂഷൻ അഥവാ പൃഷ്ഠവംശികളായ ജീവികളുടെ പരിണാമ ചരിത്രം പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഹാഗ് ഫിഷ് വളരെ പ്രധാനപ്പെട്ട ജീവിയാണ്. കാരണം ഏകദേശം 500 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രാചീന വെർട്ടബ്രേറ്റ്സ് എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഹാഗ് ഫിഷ് സഹായിക്കുന്നു. ഹാഗ് ഫിഷിന്റെ ശരീരം വളരെ സോഫ്റ്റ് ആണ്. ഇതിന് ശരിയായ ബാക്ക് ബോൺ ഇല്ല, സ്കെയിൽസ് ഇല്ല, ജാസ് ഇല്ല, പക്ഷേ കാർട്ടിലേജ് പോലുള്ള ഫ്ലെക്സിബിൾ സപ്പോർട്ട് ഉണ്ട്. ഇത് സാധാരണയായി ആഴക്കടലിലും കടലിന്റെ അടിത്തട്ടിലും തണുത്ത വെള്ളത്തിലുമൊക്കെയാണ് ജീവിക്കുന്നത്. ലോകത്ത് ഏകദേശം 70-ലധികം സ്പീഷീസ് ഉള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഹാഗ് ഫിഷിന്റെ വലിപ്പം സ്പീഷീസ് അനുസരിച്ച് മാറും. ചിലത് 20 സെന്റിമീറ്റർ മാത്രമായിരിക്കും, പക്ഷെ ചില ജയന്റ് ഹാഗ് ഫിഷ് സ്പീഷീസ് 1.2 മീറ്റർ വരെ നീളം വരും. ഇവയുടെ നിറം സാധാരണയായി പിങ്ക്, ചാരനിറം, തവിട്ട് അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് ആയിരിക്കും. കാണുമ്പോൾ പലർക്കും അല്പം ഭയപ്പെടുത്തുന്ന രൂപമാണിത്. ഹാഗ് ഫിഷ് സാധാരണയായി സ്കാവഞ്ചർ ആണ്, അതായത് മരിച്ച ജീവികളുടെ ശരീരം ഭക്ഷിക്കുന്നതാണ് പ്രധാന രീതി. കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിയ മരിച്ച മീനുകൾ, തിമിംഗലങ്ങളുടെ അവശിഷ്ടങ്ങൾ, മറ്റ് സമുദ്രജീവികൾ ഇവയാണ് ഹാഗ് ഫിഷിന്റെ പ്രധാന ഭക്ഷണം. ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ ദുർബലമാണ്, പക്ഷേ സ്മെൽ സെൻസ് അഥവാ വാസന തിരിച്ചറിയാനുള്ള കഴിവ് അതിശക്തമാണ്. കടലിൽ കിലോമീറ്ററുകൾ അകലെയുണ്ടായിരുന്നാലും മരിച്ച ശരീരത്തിന്റെ രാസസൂചനകൾ ഇവ കണ്ടെത്തും. ഹാഗ് ഫിഷിന്റെ വായ്ക്കുള്ളിൽ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ച ചെറിയ ടൂത്ത് ലെഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇത് മനുഷ്യന്റെ നെയിൽസ് പോലെയുള്ള മെറ്റീരിയലാണ്. ഇവ ഭക്ഷണത്തിൽ പിടിച്ച് കീറുകയും ചുരണ്ടുകയും ചെയ്യും. ഒരു മരിച്ച മീനിന്റെ ശരീരത്തിനുള്ളിലേക്ക് ഹാഗ് ഫിഷ് കയറി അകത്ത് നിന്നുകൊണ്ട് തന്നെ മാംസം തിന്നും. പലപ്പോഴും പുറത്തുനിന്ന് മീൻ സാധാരണ പോലെ കാണാം, പക്ഷേ അകത്ത് മുഴുവൻ ഹാഗ് ഫിഷ് തിന്ന് കാലിയാക്കിയിരിക്കും. ഹാഗ് ഫിഷിന്റെ ശരീരത്തിന്റെ ഇരുവശങ്ങളിലും ഏകദേശം 90 മുതൽ 200 വരെ സ്ലൈം ഗ്ലാൻഡ്സ് ഉണ്ടാകും. ഒരു പ്രഡക്ടർ, ഉദാഹരണത്തിന് ഷാർക്ക് അല്ലെങ്കിൽ വലിയ മീൻ, ഹാഗ് ഫിഷിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ചില സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് അതിശയകരമായ അളവിൽ സ്ലൈം പുറത്തുവിടും. ഈ സ്ലൈം സാധാരണ ചെളിയല്ല, ഇത് 2 ഭാഗങ്ങൾ ചേർന്നതാണ്, മ്യൂക്കസും പ്രോട്ടീൻ ത്രെഡ്സും. ഈ പ്രോട്ടീൻ ഫൈബേഴ്സ് മനുഷ്യന്റെ മുടിയേക്കാൾ 100 കണക്കിന് മടങ്ങ് ചെറുതായിരിക്കും, പക്ഷേ അതിശക്തവുമാണ്. ചെറിയ അളവിലുള്ള സ്ലൈം പോലും വെള്ളത്തിൽ ചേർന്നാൽ വലിയ ജെല്ലി ക്ലൗഡ് പോലെ മാറും. പ്രഡറ്റർ ഹാഗ് ഫിഷിനെ കടിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ലൈം അതിന്റെ ഗിൽസിലേക്ക് കയറും. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാകും. പ്രഡറ്റർ പാനിക് ആവും, പിന്നെ ഹാഗ് ഫിഷിനെ വിട്ടുകളയും. ചില പരീക്ഷണങ്ങളിൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഒരു ഹാഗ് ഫിഷ് ഒരു ബക്കറ്റ് വെള്ളം മുഴുവൻ തിക്ക് സ്ലൈം ആക്കാൻ പോലും കഴിയും. ഇതാണ് ഇതിന്റെ പ്രധാന സർവൈവൽ വെപ്പൺ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ സ്ലൈം ശത്രുവിനെ മാത്രമല്ല ഹാഗ് ഫിഷിനെയും മൂടും. ഹാഗ് ഫിഷ് സ്വന്തം ശരീരത്തിൽ നോട്ട് ഉണ്ടാക്കും. ഇത് അനിമൽ കിങ്ഡത്തിലുള്ള ഏറ്റവും വിചിത്രമായ ബിഹേവിയേഴ്സിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇവ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹാഗ് ഫിഷ് സ്വന്തം ശരീരം വളച്ച് ഒരു ലൂപ്പ് ഉണ്ടാക്കും. പിന്നീട് തലഭാഗം ആ ലൂപ്പിലൂടെ കടത്തും. അങ്ങനെ ശരീരത്തിൽ ഒരു യഥാർത്ഥ നോട്ട് രൂപപ്പെടും. പിന്നീട് ആ നോട്ട് ശരീരത്തിലൂടെ മുന്നോട്ടോ പിന്നോട്ടോ സ്ലൈഡ് ചെയ്യും. ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഹാഗ് ഫിഷ് ശരീരത്തിലെ സ്ലൈം തുടച്ചു മാറ്റും. സ്ലിപ്പറി പ്രേയെ പിടിക്കാൻ ലിവറേജ് ഉണ്ടാക്കും. പ്രെഡറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടും. ഒരു പ്രെഡറ്റർ ഹാഗ് ഫിഷിനെ പിടിച്ചാൽ ഹാഗ് ഫിഷ് ശരീരത്തിൽ നോട്ട് കെട്ടി സഡൻ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അത് പ്രെഡറ്റേഴ്സിന്റെ വായിൽ നിന്ന് സ്വയം വലിച്ചിറങ്ങാൻ സഹായിക്കും. അതായത് നോട്ട് ഒരു ഡിഫൻസീവ് ടൂൾ കൂടിയാണ്. സ്ലൈം റിമൂവ് ചെയ്യുന്നതിലും ഇത് അത്ഭുതകരമാണ്. നോട്ട് ശരീരത്തിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ബോഡി സർഫസിലുള്ള സ്ലൈം സ്ക്രാപ്പ് ചെയ്യും. എക്സസ് മ്യൂക്കസ് നീക്കം ചെയ്യും. ഹാഗ് ഫിഷ് വീണ്ടും സ്വതന്ത്രമായി സ്വിം ചെയ്യാൻ സാധിക്കും. ശാസ്ത്രജ്ഞർ ഹൈ സ്പീഡ് ക്യാമറ ഉപയോഗിച്ച് ഈ ബിഹേവിയർ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായത് ഈ നോട്ടിംഗ് ബിഹേവിയർ വളരെ പ്രിസൈസ് ആണ്. ഇത് റാൻഡം മൂവ്മെന്റിലല്ല, ഇത് എവല്യൂഷൻ വഴി വികസിച്ച ഒരു അഡ്വാൻസ്ഡ് സർവൈവൽ മെക്കാനിസമാണ്. ഹാഗ് ഫിഷിന് സ്വന്തം ശരീരത്തിൽ നോട്ട് കെട്ടാൻ കഴിയുന്നത് അതിന്റെ എക്സ്ട്രാ ഓർഡിനറി
ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണ്. ഇവയുടെ ശരീരത്തിൽ ബോൺസ് വളരെ കുറവാണ്, അതുകൊണ്ട് ശരീരം വളരെ ബെൻഡ് ചെയ്യാൻ കഴിയും. ഇവയുടെ സ്കിൻ ശരീരത്തിൽ ലൂസായി കിടക്കുന്നു, അത് ബോഡി മൂവ്മെന്റ് കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കുന്നു. ഇവയുടെ മസിൽസ് വളരെ പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് വലിയ ട്വിസ്റ്റിംഗ് മോഷൻ ഉണ്ടാക്കാൻ കഴിയും. ശാസ്ത്രജ്ഞർ പറയുന്നത് ഹാഗ് ഫിഷിന്റെ നോട്ടിംഗ് മെക്കാനിസം ഫ്യൂച്ചർ റോബോട്ടിക്സിനെ പോലും ഇൻസ്പയർ ചെയ്യാം. സോഫ്റ്റ് റോബോട്ട്സ് അഥവാ ഫ്ലെക്സിബിൾ റോബോട്ട്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഹാഗ് ഫിഷ് മൂവ്മെന്റ് മോഡലായി ഉപയോഗിക്കാനുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. കാരണം നാരോ സ്പേസിലൂടെ പോകാൻ സാധിക്കുന്നതും ട്വിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതും സെൽഫ് ക്ലീനിങ് മൂവ്മെന്റ്സ് ചെയ്യാൻ സാധിക്കുന്നതുമെല്ലാം ഇവയുടെ എഫിഷ്യൻസി കാണിക്കുന്നതാണ്. ഹാഗ് ഫിഷിന് പ്രഡേറ്റേഴ്സ് ഇല്ല എന്ന് പറയാനാവില്ല. വലിയ ഷാർക്സ്, സീൽസ്, സീ ലയൺസ്, ഡീപ് സീ ഫിഷസ് ഇവ ഹാഗ് ഫിഷിനെ അറ്റാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ സ്ലൈം ഡിഫൻസ് കാരണം പല പ്രെഡേറ്റേഴ്സും ഹാഗ് ഫിഷിനെ അവോയ്ഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതിശയകരമായി മനുഷ്യരും ഹാഗ് ഫിഷിനെ ഉപയോഗിക്കുന്നു. ചില രാജ്യങ്ങളിൽ ഹാഗ് ഫിഷ് സ്കിൻ ഉപയോഗിച്ച് ലെതർ പോലുള്ള മെറ്റീരിയൽ നിർമ്മിക്കുന്നു. ഇത് ഈൽ സ്കിൻ ലെതർ എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യപ്പെടാറുണ്ട്. വാലറ്റ്സ്, ബെൽറ്റ്സ്, ഹാൻഡ് ബാഗ്സ് പോലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഹാഗ് ഫിഷ് സ്ലൈമിലെ പ്രോട്ടീൻ ഫൈബേഴ്സ് ഫ്യൂച്ചർ ബയോമെറ്റീരിയൽസ് ആയി ഉപയോഗിക്കാനാകുമോ എന്ന് ശാസ്ത്രജ്ഞർ പഠിക്കുന്നു. ഹാഗ് ഫിഷ് ഭൂമിയിലെ ഏറ്റവും പഴയ വെർട്ടബ്രേറ്റ് ലീനിയേജസിൽ ഒന്നാണ്. ഡൈനോസേഴ്സ് വരുന്നതിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പോലും ഹാഗ് ഫിഷ് പോലുള്ള ജീവികൾ സമുദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത്രയും കാലം സർവൈവ് ചെയ്യാൻ കാരണം സിംപ്ലി ബോഡി ഡിസൈനും പവർഫുൾ സ്ലൈം ഡിഫൻസും നോട്ടിംഗ് എബിലിറ്റിയും സ്കാവഞ്ചർ ലൈഫ് സ്റ്റൈലും എന്നിവ കൊണ്ടാണ്. നാച്ചുറൽ ചിലപ്പോൾ ഏറ്റവും ശക്തനായ ജീവിയല്ല സർവൈവ് ചെയ്യുന്നത്, പകരം പരിസ്ഥിതിയോട് ഏറ്റവും നന്നായി അഡാപ്റ്റ് ചെയ്യുന്ന ജീവിയാണ് സർവൈവ് ചെയ്യുന്നത്. അതിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഹാഗ് ഫിഷ്. സ്വന്തം ശരീരത്തിൽ നോട്ട് കെട്ടുന്ന ഒരു മീൻ. സ്ലൈം ഉപയോഗിച്ച് ഷാർക്കിനെ പോലും ഓടിക്കുന്ന ജീവി. 500 ദശലക്ഷം വർഷങ്ങളായി ഭൂമിയിൽ സർവൈവ് ചെയ്യുന്ന ആൻഷ്യന്റ് സർവൈവർ. ഹാഗ് ഫിഷ് ശരിക്കും പ്രകൃതിയുടെ ഒരു അത്ഭുതം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.